ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആലയം, പ്രാർത്ഥനാലയം, നിങ്ങൾ അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്നാണ്. അത്രമാത്രം വേദനയോടെ കർത്താവ് പറയുവാനുള്ള കാരണം എന്തായിരിക്കും? ദൈവത്തിൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. ഈ ദൈവാലയം എങ്ങനെ കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറി എന്ന് നാം പഠിച്ചിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ബൈബിളിൽ വിശുദ്ധ തിരുവെഴുത്തിൽ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്നാമതായി സാത്താനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുവിനെ ജീവൻ നൽകുന്നവനായും സമൃദ്ധിയായ ജീവൻ നൽകുന്നവനായും വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ, സാത്താനെ മോഷ്ടിക്കുന്നവനായും അറുക്കുന്നവനായും മുടിക്കുന്നവനായിട്ടും ആണ് ദൈവത്തിൻ്റെ വചനം പരിചയപ്പെടുത്തുന്നത്. പിശാച് കള്ളൻ ആകുന്നത് അങ്ങനെയാണ്. സാത്താനെ കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ദൈവാലയത്തിൽ സാത്താൻ ആകുന്ന പിശാച് ആധിപത്യം നടത്തുന്നുവെങ്കിൽ, അതായത് സാത്താൻ ഇടം കൊടുക്കുന്ന ഇടങ്ങളായി ദൈവാലയങ്ങൾ അധപ്പതിച്ചു പോയെങ്കിൽ, നാം മനസ്സിലാക്കണം, കാലക്രമേണ ജീവനുള്ള ദൈവത്തിൻ്റെ സഭകൾ കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറിയേക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു. രണ്ടാമത് കള്ളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ആത്മീകരെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിക്കുകയും ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം, ഞങ്ങൾക്ക് വചനം അറിയാം എന്ന് ഭാവിക്കുന്ന, അപ്പോൾ തന്നെ വചനം അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകളെ കള്ളൻ എന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കപടഭക്തിക്കാരാണ്, ആത്മീയതയുടെ വേഷം ധരിക്കുന്നവരാണ്. അവർ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുളവാക്കുന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുമൊക്കെയാണ്. വചനത്തിൻ്റെ അനുസരണം അവർക്കില്ല. വചന പാണ്ഡിത്യം അവർക്കുണ്ട്. വചനം കേൾക്കുമ്പോൾ അവർ കുറിച്ചു വെച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു. വാസ്തവത്തിൽ വചനം കേൾക്കുവാൻ മാത്രം ഉള്ളതല്ല, വചനം അനുസരിക്കുവാനുള്ളതാണ്. വചനത്തിൻ്റെ അനുസരണം ആണ് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത്. ദൈവവചനം അനുസരിക്കാതെ നാം എന്തെല്ലാം ആത്മീക പ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് മതിപ്പുളവാക്കുന്ന നിലയിൽ ചെയ്താലും ദൈവം അതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കള്ളന്മാരുടെ ലിസ്റ്റിലാണ് നമ്മെ ദൈവം ഉൾപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഭാവിക്കുന്നു, അപ്പോൾ തന്നെ സഹോദരനെ പകയ്ക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്. ഉള്ളിൽ പകയും വിദ്വേഷവും വെറുപ്പും കയ്പും ഒക്കെ വെച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്ന കാപട്യമുള്ള ജീവിതം, അവരെ കള്ളന്മാരുടെ ലിസ്റ്റിലാണ് ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, അത് കള്ളന്മാരുടെ ഗുഹ ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ, സാത്താൻ ഇടം കൊടുക്കുന്ന പ്രവൃത്തികൾ ഏതെങ്കിലും സഭയിലുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സഭ കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറും. ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വചനം അനുസരിക്കാതെ ജീവിക്കുന്നവർ കാലക്രമേണ ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുകയാണ്.
ഉള്ളിൽ പകയും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് ആരാധിക്കുന്നവർ എന്ന് ഭാവിക്കുമ്പോൾ വാസ്തവത്തിൽ അവർ കള്ളന്മാരുടെ ഗുഹയാക്കി ദൈവത്തിൻ്റെ ആലയത്തെ മാറ്റുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ തങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുമെന്ന് കപടഭക്തൻ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ അത് തികച്ചും അസാധ്യമാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ പകയ്ക്കുവാൻ നമുക്കാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ പകയ്ക്കുവാൻ പാടില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്. അവൻ്റെ ഉള്ളിൽ നിത്യജീവനില്ല എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒക്കെ നാം വചനത്തെ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദൈവാലയം ഇന്ന് ദൈവവചനം അനുസരിക്കാത്തവരുടെയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഭാവിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പകയും വെറുപ്പും കയ്പും ഒക്കെ സൂക്ഷിക്കുകയും സാത്താന് ഇടം കൊടുക്കുന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായും യെരൂശലേം ദൈവാലയത്തെ നോക്കി യേശു പറഞ്ഞതുപോലെ എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ പറയുവാനാണ് സാധ്യത. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ വർത്തിക്കണം എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കി ഭയത്തോടും വിറയലോടും വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.